എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദേ മോഹിനിയും അവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദ പറഞ്ഞു, അതെ എന്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാനും ഞാൻ ഒരുക്കമല്ലെന്ന് പറയണ. അരുന്ധതി പറഞ്ഞു, എന്ത് വർത്താനാ നന്ദ നീ പറയണേ? നീ പിങ്കിയുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ പറയാണ്. അത് വെല്ലുമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഈ സരോഗസ് ചെയ്യുന്ന സമയത്ത് ആ സരോഗസ് ചെയ്യുന്ന അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് കൗൺസിലിംഗും കൊടുത്ത് അവര് മെന്റലി ഒക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് സരോഗസിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, പിങ്കി അതൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കല്ല എന്ന് പറയാണ്. അരുന്ധതി പറഞ്ഞു, അതെങ്ങനെ ശരിയാണെന്നേ, വിട്ടുകൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവളുടെ കണ്ടീഷനിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ആര് സമാധാനം പറയും? അതുകൊണ്ട് അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. പിങ്കി കുഞ്ഞിനെ കുറച്ചു നാൾ നോക്കിയെന്നോർത്ത് എന്താ കുഴപ്പം സംഭവിക്കുന്നേ? അതൊന്നും പറ്റില്ല വല്ലുമേ. എന്റെ കുഞ്ഞാവള് അല്ല, എന്റെ അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിലും സരോഗസ് ചെയ്തെന്ന് പറഞ്ഞോണ്ട് ആ കുഞ്ഞിനെ എന്തിനാ വിട്ടുകൊടുക്കണ്ടേ? അതിന്റെ കാര്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. സരോഗസ് ചെയ്താൽ ഒരിക്കലും ആ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നില്ല. വാടക ഗർഭധാരണം തന്നെ പറയണേ. അത് വല്യമ്മയ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ. ഇനിയിപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് വരുവാണ്. പിങ്കിയുടെ ഭയങ്കര ആക്ടിങ് ആണ്. പിങ്കി വന്നിട്ട് അരുന്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വല്യമ്മേ എന്റെ കുഞ്ഞ്, എനിക്ക് എന്റെ മോനെ വേണം. ഞാൻ പ്രസവിച്ച എന്റെ മോനെ വേണം എന്ന് പറയാം. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനില്ല ഞാൻ മരിച്ചു പോകുന്നു പറയാം. മോളെ പിങ്കി, നീ ഇങ്ങനൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി അങ്ങോട്ട് പിങ്കിനെ ചേർത്ത് പിടിക്കണം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, ദേ നീ എന്തൊക്കെ ഡ്രാമ കളിച്ചാലും ഒരു കാരണവശാലും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തരാൻ പോകുന്നില്ലെന്ന് പറയാം. ഡ്രാമയോ? ഞാൻ എന്തിനാ ഡ്രാമ കളിക്കുന്നേ? കണ്ടില്ലേ വല്യമ്മ ഇവള് പറയണേ ഞാൻ ഡ്രാമ കളിക്കുന്നാന്ന്. എന്ത് പിങ്കി പറയാണ്? നീ ഡ്രാമ കളിക്കാതെ പിന്നെ നിനക്കറിയാം, നീ ഇങ്ങനെ കുറെ പ്രകടനങ്ങൾ, ആത്മഹത്യാ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ നിനക്ക് വിട്ടുതരുമെന്ന്. പക്ഷെ അത് വെറുതെയാ. ഒരിക്കലും ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുതരാൻ പോകുന്നില്ലടി. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, നന്ദേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? കുഞ്ഞിനെ അങ്ങനെ വിട്ടുകൊടുക്കാനല്ല പറയണേ. കുറെ നാള് പിങ്കി നോക്കട്ടെ. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? ഈ കുടുംബത്തില് ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈ കുടുംബത്തിൽ എല്ലാരും കൂടെ നോക്കുന്നേ. ആ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരിടത്തേക്കും പോകുന്നില്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, എങ്കിൽ പിന്നെ പിങ്കിക്ക് എന്താ കുഴപ്പം? കുഞ്ഞിനെ ഞാൻ നോക്കിയോളാം. ആ കുഞ്ഞിനെ ഒരിടത്തേക്ക് ഞാൻ എടുത്തോണ്ടൊന്നും പോകുന്നില്ലോ. പിന്നെ അവക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അത് കേട്ടതും പിങ്കി പറഞ്ഞു, കണ്ടോ വല്ലുമേ, ഞാൻ മരിച്ചാലും ഇവക്ക് കുഴപ്പമില്ല. എന്റെ ശവം ഇവൾക്ക് വേണമായിരിക്കും. എന്റെ ശവം ഇവളോട് കഴിച്ചോളാൻ പറ. എന്നെ കൊന്നം കൂടെ തിന്നാൻ പറ. ഇവൾക്ക് അതായിരിക്കും വേണ്ടേ. പക്ഷേങ്കില് എന്നാലും ആ കുഞ്ഞിനെ ഇവള് തരാനായിട്ട് ഒരുക്കുമല്ലെന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, നന്ദേ വെറുതെ നീ എന്നെ വാശി പിടിപ്പിക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പിങ്കി കുറച്ചു ദിവസം കുഞ്ഞിനെ നോക്കട്ടെ എന്ന് പറയാം. പക്ഷെ നന്ദ അമ്മനും വല്യനും അടുത്തില്ല. നന്ദ പറഞ്ഞു, വല്യമ്മ എന്തു വർത്താന വല്യമ്മ പറയണേ? സരോഗസി ചെയ്തുണ്ടായ കുഞ്ഞാണ്. ഒരു പക്ഷേങ്കില് അന്ന് ഗീതു സരോഗസിക്ക് സമ്മതമായിട്ട് വന്നതാണ്. പക്ഷെ അന്ന് ഇവള് ഒറ്റ ഡ്രാമ കൊണ്ടാണ് അന്ന് ആ സരോഗസി ഗീതുവിന്റെ ഇതിൽ നടക്കാതെ പോയത്. ഗീതുവിനെ രമേശ് ചേട്ടനും കൂടെ ഒഴിവാക്കിയത് ഇവള് ഒറ്റ ഒരുത്തിയാ. എന്നിട്ടോ ഇവള് മനഃപൂർവ്വം ഡ്രാമ കളിച്ച് ആ കുഞ്ഞിനെ വയറ്റിപ്പേറി ആ കുഞ്ഞിനെ സ്വന്തമാക്കി എടുക്കാനായിട്ട്, എന്റെ ഗോവിന്ദ് സാറിന്റെ മോനെ സ്വന്തമാക്കി എടുക്കാനുള്ള ഡ്രാമയായിരുന്നു ഇവളുടെ. ഒരു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഗീതുവാണ് സരോഗസിക്ക് തയ്യാറായെങ്കിൽ, സരോഗസി അമ്മയെങ്കിൽ ഗീതു സരോഗസിക്ക് ശേഷം കുഞ്ഞിനെ തരായിരുന്നിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഈ പറയുന്ന വല്യമ്മ സമ്മതിക്കുമോ? എന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഗീതു എന്നെ സ്വന്തമാക്കി വെച്ചിരുന്ന എനിക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇവള് സരോഗസി മാത്രമാണ് ഞാൻ അതിന്റെ അമ്മയെന്ന് പറയാം. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നന്ദേ? അതിന് നീ ഈ മാത്രം കിടന്ന് പറയാനായിട്ട്? അതിന് നീ പ്രസവിച്ചൊന്നുമില്ലോ. അവള് 10 മാസം ചുവന്ന് പ്രസവിച്ചല്ലേന്ന് ചോദിക്കും. ദേ വല്യമ്മ, പ്രസവ കണക്കൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവള് ചതിച്ചോണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവളോട് ആരാ പറഞ്ഞത് ആ കുഞ്ഞിനെ വയറ്റിലെ പേറാനായിട്ട്? ഇവള് സ്വയം മനസ്സാലെ സമ്മതിച്ചു വന്നതല്ലേ. ഈ 10 മാസമായിട്ട് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാ കാത്തിരുന്നേ. അതിനെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? എന്നാ ഞാനൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. തൽക്കാലത്തേക്ക് പിങ്കി തന്നെ കുഞ്ഞിനെ നോക്കട്ടെ. പിങ്കി നോക്കിയാൽ മതി എന്നും പറയാണ്. വല്ലാത്തൊരു വിഷമമായി പോയി നന്ദയ്ക്ക് സങ്കടവും ദേഷ്യം വന്നു. നന്ദ വിട്ടുകൊടുക്കാൻ ഒരുക്കലായിരുന്നു. നന്ദ അങ്ങോട്ടേക്ക് കയറി പോവാ. പിന്നീട് നന്ദയ്ക്ക് സമാധാനം കിട്ടാതെ വന്നപ്പോൾ നന്ദ പുറത്തു നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതം എന്നിട്ട് പറഞ്ഞു, നന്ദേ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കാം. എന്താ ആലോചിക്കാതിരിക്കാനായിട്ട്? ആലോചിക്കാൻ മാത്രമല്ലേ ഉള്ളൂ ഗൗതം സാറ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സമ്മതം ഏറ്റുമെന്ന് പറയണം. നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ. ആ കുഞ്ഞിനെ
പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമല്ലോ, കുറച്ചു ദിവസം പിങ്കി നോക്കട്ടെ എന്ന് പറയാം. അത് ഗൗതം സാറിന് പറയാം. പക്ഷെ അവൻ എന്റെ മോനാണ്. സരോഗസി ചെയ്ത് കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ അതിന്റെ യഥാർത്ഥ അമ്മയ്ക്ക് കൊടുക്കണമെന്നാണ്. പിന്നെ ആ സരോഗസി മദറിന് യാതൊരു കുഞ്ഞിന് അവകാശമില്ല. അതൊക്കെ എഗ്രിമെന്റ് ചെയ്താണ് സരോഗസിക്ക് സമ്മതിക്കുന്നത് തന്നെ. എന്നിട്ട് ഗൗതം സാറിന് ഇതൊക്കെ അറിയാവുന്ന ഇത്ര വിവരവും വിദ്യാഭ്യാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറയണേ എന്താന്ന് ചോദിക്കണം. അത് പിന്നെ സരോഗസി മദർ ഈ കുടുംബത്തിന് തന്നെയല്ലേ നന്ദേ. ഗൗതം സാർ നന്ദ പറയായിരിക്കും, പക്ഷെ എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നന്ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഗുണം? പിങ്കിയുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. അവളുടെ പ്രകടനങ്ങളൊക്കെ നീ കണ്ടല്ലേന്ന് ചോദിക്കുക. അതെ, ഇപ്പൊ ഗൗതം സാർ പറഞ്ഞില്ല പ്രകടനം, അതാണ് ഞാൻ പറഞ്ഞത്. അവൾ ശരിക്കും പ്രകടനം നടത്തുക കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും നടക്കില്ല. അവൾ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വലയിൽ വീഴുന്ന് കരുതിയിട്ടാണോ? ഒരിക്കലും ഇല്ല. അവൾ ഇതിലപ്പുറം കാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറയാം. ഗൗതം നന്ദ ഇങ്ങനൊന്നും പറയല്ലേ, വല്യമ്മ പറഞ്ഞു കേട്ടില്ലേ? വല്യമ്മ ആരാ? ഇവിടുത്തെ സാമന്തരാജ്ഞയോ ആജ്ഞാപിക്കാനായിട്ട്? വല്യമ്മയുടെ ആജ്ഞാപനം കേട്ടൊന്നും ഞാൻ അങ്ങനെ പിന്മാറില്ല. എന്റെ ചോരയാ അവനെ വിട്ടുകൊടുക്കണോ? ആരെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഈശ്വരന്മാര് പോലും പറയത്തില്ല സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട്. പിന്നെയാണോ ഈ പറയുന്ന വല്യമ്മ? അതുകൊണ്ട് ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞാണെങ്കിൽ എന്റെ ചോരയാണെങ്കിൽ ഞാൻ അവനെ സ്വന്തമാക്കിയിരിക്കും. എനിക്കിനി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാ. നന്ദേ നീ ഒന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നീ ഒന്ന് സമാധാനപ്പ, നീ ഇങ്ങനെ പാനിക്കാവില്ലെന്ന് പറയാ. ഞാൻ പാനിക്കാതല്ല. ഗൗതം സാറിനറിയോ 10 മാസമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന എന്താന്ന് എനിക്കറിയാം, അവളുടെ സ്വഭാവം. അതുകൊണ്ടാണ് അന്ന് ആ സരോഗസിക്ക് വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ട് വന്നിട്ടും ഞാൻ അതിനെ അനുവദിക്കായിരുന്നേ. അവളുടെ മനസ്സിലിപ്പ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ. പക്ഷെ ഗൗതം സാർ ഒന്നും വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കറിയായിരുന്നു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും ഇവൾ ഇങ്ങനത്തെ ഉള്ള തന്ത്രങ്ങൾ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. അത് മുൻകൂർ കണ്ടിട്ടാണ് ഞാൻ എന്നെ സമ്മതിക്കായിരുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എല്ലാം അവളുടെ അടവായിരുന്നത്. അവള് ഈ കുഞ്ഞിനെ മാത്രം സ്വന്തമാക്കാനല്ല ആഗ്രഹിക്കുന്നത്. അവളുടെ മനസ്സിൽ പല വേറെ ചിന്തകളും ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയാ. നന്ദ ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുന്നീ എന്നൊക്കെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നന്ദ അമ്പനും വെല്ലിനും അടുത്തില്ല. എന്തിനും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കണം. തന്റെ കുഞ്ഞാണ് അവള്, തന്റെ കുഞ്ഞാണ് അവനെ വിട്ടുകൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. സരോഗസി മദറാണെങ്കിൽ ആ ഒരു കാര്യം കഴിയുമ്പോഴത്തേനും അവര് മാറിക്കൊടുക്കണം. പക്ഷെ ഇവിടെ പിങ്കി ആണെങ്കിൽ വിട്ടുകൊടുക്കാതിരിക്കുക നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? പിന്നീട് പിറ്റോസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം എഴുന്നേറ്റ് താഴേക്ക് വരുവാണ്. ആ സമയം അവിടെ മോഹിനിയും പവിത്രോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രോട് മോഹിനി പറഞ്ഞു, ഈ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ അനർത്ഥങ്ങളാ? ഒന്ന് മാറുമ്പോൾ ഒന്ന് ഓരോന്നരായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ എന്ന് പറയാ. പവിത്ര പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ? ഏതെങ്കിലും തിരുമേനിമാരെ ജ്യോത്സ്യന്മാരെ പോയി കണ്ടാലോ? എന്താണെന്നറിയത്തില്ലോ, ഈ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ നോക്കാനായിട്ട്. അത് ശരിയാ, അത് ഒരു കണക്കിന് നല്ല കാര്യമാണ് എന്നൊക്കെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ട് ഓടി ഇറങ്ങി വരുന്നേ. വന്നിട്ട് ചോദിച്ചു, അല്ലല്ലേമ്മേ, അതെ നന്ദനെ കണ്ടായിരുന്നെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ, ഇല്ല നന്ദനെ കണ്ടില്ല. നന്ദൻ നിന്റെ കൂടെ അല്ലേ കിടന്നുറങ്ങിയത്? പിന്നെ ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം. നന്ദനെ മുറി കണ്ടില്ല, പുറത്തൊക്കെ ഞാൻ നോക്കി, അവിടെയും കണ്ടില്ലെന്ന് പറയാം. നന്ദ ഇത് എവിടെ പോവാനാ? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളില്ലാരും ചോദിക്കും. അതെ ഉണ്ടായിരുന്നു, പക്ഷെ രാത്രിയൊന്നും അവൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര അസ്വസ്ഥയായിരുന്നു പറയണം. പവിത്ര പറഞ്ഞു, പിന്നെ ഈ നന്ദേച്ചി ഇത് എവിടെ പോവാനായിട്ടാ എന്ന് ചോദിക്കുകയാണ്. എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇനിയിപ്പം നന്ദേച്ചിക്ക് കുഞ്ഞിനെ കിട്ടാത്തതിന്റെ വിഷമത്തില് നന്ദേച്ചി ഇതിലൂടെ അറിയോ ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കോ എന്ന് പവിത്ര പറയാണ്. പെട്ടെന്ന് മോഹിനി, അത് ശരിയാണ്. അപ്പോഴാണിക്കാനും ഗിരിജ അങ്ങോട്ടേക്ക് വരുന്നത്. ഗിരിജ കേട്ട് ഈ സംസാരം, ഓഹോ അപ്പൊ നന്ദനെ കാണാനില്ല, അവൾ ഇതിലൂടെയോ ഇറങ്ങിപ്പോയി. ഈ സന്തോഷം ചൂടാറുന്നതിന് മുമ്പ് പിങ്കിനെ അറിയിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഓടി നേരെ പിങ്കിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഗിരിജ. ഇതേ മോളേന്ന് പറഞ്ഞ് അലറി വിളിച്ചോണ്ട് പെട്ടെന്ന് പിങ്കി ഇറങ്ങി വന്നു. എന്താ ചിറ്റകടന്ന് അലറി വിളിക്കുന്നത്? ഇപ്പൊ കുഞ്ഞെഴുന്നേക്കൂലോ? കുഞ്ഞ് കിടന്ന് ഉറങ്ങി വന്നൊരു ബോധം പോലും ഇല്ലേന്ന് ചോദിക്കുക. അതല്ല, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയും. എന്താ കാര്യം? അവളുണ്ടല്ലോ ആ നന്ദ ഈ വീട്ടിൽ നിന്ന് പോയെന്നോ? അവളെ എവിടെ പോയാൻ? അവളോടും കാണും. ഇല്ലാന്നേ, സത്യമായിട്ടുള്ള കാര്യം പറയണേ, അവളെ കാണുന്നില്ല. അവൾക്ക് ആപ്പിടെ ഫ്രസ്ട്രേഷൻ അടിച്ച് അവള് പോയെന്ന് തോന്നേ. നിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അവള് നല്ല ബുദ്ധിയുള്ള പെണ്ണാ, അവൾ അങ്ങനെയൊന്നും പോകത്തില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ഗൗതമാണെങ്കിൽ നന്ദനെ വിളിച്ചു നോക്കുക. വിളിച്ചു അവിടെ കിട്ടുന്നില്ല. അപ്പൊ മോഹിനി പറഞ്ഞു, എന്താ ഗൗതം വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലമ്മയെന്ന് പറയാണ്. ഇനിയിപ്പോ എവിടെ പോയി പോലും എന്നോർത്തോണ്ടിരിക്കുമ്പോഴത്തേന് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വരുവാണ്. ഗൗതത്തിനെ കണ്ടുമ്പോഴത്തേനും സല്യൂട്ട് ചെയ്യുവാണ്. അല്ല എന്താ നിങ്ങൾ ഇവിടെയെന്ന് ചോദിക്കുക. അതെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ട് വന്നാന്ന് പറയണം. അപ്പോഴേക്കും അരുന്ധതി പിങ്കി അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. കംപ്ലൈന്റ് കിട്ടിയിട്ട് എന്ത് കംപ്ലൈന്റ്? അത് പിന്നെ ഇവിടുത്തെ ഒരാൾ തന്ന കംപ്ലൈന്റാ. ചിലപ്പോൾ നിങ്ങൾക്ക് വീട് മാറിപ്പോയി കാണും. അല്ല, സാറിന്റെ വൈഫ് തന്നെ കംപ്ലൈന്റ് തന്നേന്ന് പറയാണ്. എന്റെ ഭാര്യ? അതെ, സാറിന്റെ ഭാര്യ തന്നെയാ കംപ്ലൈന്റ് തന്നേന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട്
നിന്ന് ഗൗതം ഒരു നിമിഷം ആലോചിച്ചു. അവളങ്ങനെ ഒരിക്കലും കംപ്ലൈന്റ് തരത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയണേ. ഇത് കേട്ടോണ്ട് നന്ദ അങ്ങോട്ടേക്ക് വരുവാണ് അവരോടൊപ്പം. നന്ദ പറഞ്ഞു, ഞാൻ തന്നെ കംപ്ലൈന്റ് കൊടുത്തേ. കംപ്ലൈന്റ് കൊടുത്തതിന്റെ കാരണങ്ങൾ എന്താതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയാണ്. അരുന്ധതി ഇതിലെ പരസ്പരം നോക്കുകയാണ്. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, നന്ദേ നീ, ഞാൻ തന്നെ കൊടുത്തു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. എൻ്റെ കുഞ്ഞിന്റെ അവകാശത്തെ ചൊല്ലി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ബലമായിട്ട് ഇവള് പിങ്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു, ഞാൻ ആരെയും ബലമായിട്ട് പിടിച്ചോണ്ട് വെച്ചിരിക്കില്ല, അത് എൻ്റെ കുഞ്ഞാന്ന് പറയണ. അതെങ്ങനെ നിന്റെ കുഞ്ഞാവും? സരോഗസി ഇതല്ലേ ഉണ്ടായ കുഞ്ഞല്ലേ അത്. നിയമത്തിന് ഇതില് എനിക്കാണ് ആ കുഞ്ഞിന് അവകാശമുള്ളത്, നിനക്ക് യാതൊരു അവകാശമില്ല. സരോഗസ് കഴിയുന്നതോടെ നിന്റെ റോള് തീരൂന്ന് പറയാണ്. ഓഹോ, അപ്പൊ നീ എന്നെ പൂട്ടാൻ ശ്രമിക്കുമല്ലേ നന്ദ? ഇതൊക്കെ വെച്ച് നിനക്ക് എന്നെ ഒരിക്കലും അങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയണം. ആണോ? ഇത് മാത്രല്ല കേസ്, വേറെയുണ്ട്. വേറെ വകുപ്പുകൾ ഞാൻ ചുമത്തിയിട്ടുണ്ട് കേസിനകത്ത്. എന്താണെന്നറിയാവോ? സരോഗസിക്ക് വന്ന ഗീതുവിനെ രമേശിനെ ചതിയിലൂടെ അവരെ കൊണ്ടുപോയതും പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കുഞ്ഞിനെ നിന്റെ ഉദരത്തിൽ പെറിയതും അതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. വകുപ്പുകൾ കുറേ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അരുന്ധതി ചങ്കി തല്ലി കരയുവാണ്. എൻ്റെ ഭഗവാനെ, എന്താ ഞാൻ കേൾക്കണൊക്കെ? നന്ദൻ നിനക്ക് ഇത് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഗൗതം നീ പറ, അവരോട് കേസൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ടാന്ന് എന്ന് പറയാണ്. നന്ദ പറഞ്ഞു, ഞാൻ കേസ് കൊടുത്താ അതിന് പിൻവലിക്കാനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ മോനെ കിട്ടണമെന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് ഇന്നപ്പോൾ തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പരാതി കിട്ടി, FIR തയ്യാറാക്കി, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. പ്രതിയെ കൊണ്ട് ഹാജരാക്കണമെന്ന് പറയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാ വന്നേന്ന് പറയാണ്. ഈ സമയം അരുന്ധതി പറഞ്ഞു, മോനെ നീ അവരോട് പോകാൻ പറ, പരാതി കൊണ്ട് കീറിക്കളയാൻ പറ, ആ പരാതിയുടെ ആവശ്യമൊന്നുമില്ല, ഈ ഞാനാ പറയണെന്ന് പറയാ. ഗൗതം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.